നിന്റെ കുറവുകൾ ഈശോയ്ക്കറിയാം. എനിക്ക് ഭയങ്കര ദേഷ്യ സ്വഭാവമുള്ള ആളാണ്. സെമിനാരി കാലത്ത് തന്നെ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? ഓ, ഇവനെയൊന്നും കൊള്ളത്തില്ല. ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് മുഴുവൻ വിജയിച്ചവരുടെ ചരിത്രമാണെന്ന്? അല്ല. നമ്മൾ ഇന്ന് പഠിക്കുന്ന ദൈവവചനം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനം. 15ഉം 16ഉം നമ്മൾ പഠിക്കും. ആദ്യം നമുക്ക് 15 വായിക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. ഹിബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 15, 15-ാമത്തെ തിരുവചനം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദൈവവചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും ചില കാര്യങ്ങൾ സംസാരിക്കും. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. ഹല്ലേലൂയ. നമുക്ക് വലതുകര ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒരിക്കൽ കൂടെ ഏറ്റു പറഞ്ഞേ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. യേശു നമുക്ക് നൽകുന്ന വലിയ ഒരു സൗഖ്യം, വലിയ ഒരു രക്ഷ ഈ വചനത്തിൽ ഇതാ ചേർത്ത് വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പഠിക്കാൻ ഇടവന്ന ഒരു സംഭവം പറയാം. അധിക നാളായിട്ടില്ല, നമ്മുടെ ധ്യാന മന്ദിരത്തിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? അച്ഛാ, എൻ്റെ ഈ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, എൻ്റെ വായിൽ നിന്ന് ചീത്ത വാക്കുകൾ വീഴും. അച്ഛാ, ഇതെൻ്റെ ഒരു ബലഹീനതയാണ്. ഞാൻ പലതവണ കുമ്പസാരിക്കും, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ എൻ്റെ നാവ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വായിൽ നിന്ന് ചീത്ത വാക്ക് വീഴും. അത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. അച്ഛാ, ഇതെൻ്റെ ഒരു ബലഹീനതയാണ്. അതിനുശേഷം ഈ സ്ത്രീ പറഞ്ഞ ഒരു സെന്റൻസും കൂടെ ഉണ്ട്. അച്ഛാ, ഈ ബലഹീനതയിൽ ഞാൻ നശിച്ചു പോവുകയാണ്. ഈ ഒരു കുറവുള്ളത് കൊണ്ട് ഇനി ഞാൻ രക്ഷപ്പെടുകയല്ല. അച്ഛാ, പലതവണ ഞാൻ ധ്യാനത്തിലും കുമ്പസാരങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയല്ല, ഞാൻ നന്നായിയല്ല. ഈ സ്ത്രീ തന്നെ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15ഉം 16ഉം അതിലെ 15-ാമത്തെ വചനാണ് നമ്മൾ വായിച്ചത്. ഒന്നും കൂടെ വായിച്ചേ. വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഈ വചനം സഹോദരിക്കുള്ള വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതകളുണ്ടോ? അതാണ് ചോദ്യം. ചിലരിങ്ങനെ മിഴിച്ചു നോക്കുന്നുണ്ട്, ഉണ്ടോന്ന്. അതല്ലേ ഉള്ളൂ, അല്ലേ? എന്തെങ്കിലും ബലഹീനതകളുണ്ടോ? നമുക്കൊക്കെ പലതരത്തിലുള്ള ബലഹീനതകളുണ്ട്. അപ്രകാരം നിന്റെ കുറവിനെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന,
നീ രക്ഷപ്പെടിയാലാന്ന് നീ തന്നെ സ്വയം പറയുന്ന നിന്റെ ബുദ്ധിക്കകത്തേക്ക് ഈ വചനം അങ്ങ് സ്വീകരിക്കുക. വചനം എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം സഹതപിക്കുന്ന ഒരു പുരോഹിതൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മുടെ ബലഹീനത ആർക്കറിയാം? ആർക്കറിയാം ചേച്ചി? ഈശോയ്ക്കറിയാം. നമ്മുടെ ബലഹീനത ഈശോയ്ക്കറിയാം. ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവരോടൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ബലഹീനത ഈശോയ്ക്കറിയാം. നിന്റെ ബലഹീനത അല്ലേ, അത് ഈശോയ്ക്കറിയാം. നമ്മുടെ ബലഹീനത ഈശോയ്ക്കറിയാം. അപ്പൊ വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പുരോഹിതനല്ല. നമ്മുടെ ബലഹീനതയിൽ നമ്മളെ നന്നായി അറിയുന്ന ദൈവം. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നിന്റെ കുറവുകൾ ഈശോയ്ക്കറിയാം. നീ ആരാണെന്ന് ഈശോയ്ക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 6 ഒന്നെടുത്ത് വായിച്ചു നോക്കിക്കേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയാ. നാം ബലഹീനരായിരിക്കെ, കണ്ടോ, നാം ബലഹീനരായിരിക്കെ, നമുക്ക് കുറവുകൾ ഉണ്ടായിരിക്കെ, ഇതാ വചനം നൽകുന്ന ഉറപ്പ്, നിന്റെ ബലഹീനതയിൽ നിന്റെ ജീവിതത്തിലേക്ക് ഇതാ യേശു കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ച് പ്രാർത്ഥിച്ച ഒരാളാണ് വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചിരുന്നൊരു കാര്യമുണ്ട്, അതൊന്ന് പഠിച്ചോളൂ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 11-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 11 വേഴ്സ് 30, 11-ാം അധ്യായം 30-ാം വചനം. ഈ വചനം നമുക്കറിയാവുന്ന ഒരു വചനമാണ്, ശ്രദ്ധിച്ചു കേട്ടോണേ. 11:30, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ പറയാ, ഞാൻ എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് പ്രശംസിക്കണോ? നമ്മൾ സ്വയം പല കാര്യങ്ങളെ ഓർത്ത് പ്രശംസിക്കുന്നവരാണ് അല്ലേ? കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേട്ടൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട്, അച്ഛൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, ഞങ്ങളുടെ കുടുംബ പേരിങ്ങനെയുണ്ട്, ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ്. ഇയാൾ ഇങ്ങനെ നിന്ന് പ്രശംസിക്കാൻ തുടങ്ങി. എന്താ പ്രശംസിക്കുന്നേ? അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സമ്പത്ത്, അയാൾക്കുള്ളത്, ഇതിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താണെന്നറിയാവോ? എന്താ പറയണേ? ഞാൻ എന്തിനോർത്ത പ്രശംസിക്കുന്നേ? ഒന്നും കൂടെ വായിച്ചേ. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കുറവുകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ ബലഹീനതകളെ കുറിച്ച് നമ്മളോടൊപ്പം തന്നെ അറിവുള്ളവനാണ് യേശു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, ഞാൻ ഇനി മെച്ചപ്പെടിയാല, ഞാൻ രക്ഷപ്പെടിയാല, ഞാൻ ഇങ്ങനെ തന്നെ തീരും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിനക്കുള്ള വചനമാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന വചനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു സെമിനാരിക്കാരൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പട്ടമൊക്കെ അടുത്തു, വൈദികനാകാറായി, പക്ഷെ എനിക്ക് വല്ലാത്ത പേടിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ പേടിക്കണേ? അപ്പൊ ഈ ബ്രദർ പറയാ, എനിക്ക് ഭയങ്കര ദേഷ്യ സ്വഭാവം ഉള്ള ഒരാളാണ്, ഈ ദേഷ്യവുമായിട്ട് ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എന്താകും? എനിക്ക് ഭയങ്കര ദേഷ്യ സ്വഭാവം ഉള്ള ആളാണ്. സെമിനാരി കാലത്ത് തന്നെ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ദേഷ്യമുണ്ട്, അസ്വസ്ഥനാണ്,
ചില സമയങ്ങളിലൊക്കെ പിടിച്ചാൽ കിട്ടിയാല. എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട്, ഞാനൊരു വൈദികനാകാൻ പറ്റുമോ? ഞാൻ അച്ഛനായാൽ എന്താകും? ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതാനുഭവം. മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, കല്യാണപ്രായമായി, വീട്ടുകാർ കല്യാണമൊക്കെ ആലോചന തുടങ്ങി, പക്ഷേ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. എന്തിനാ വിഷമം? അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുത്തനുമായിട്ട് പ്രണയത്തിലായി. അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞ് അതൊക്കെ പോയി. പക്ഷെ അച്ഛാ, എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം. എനിക്ക് ഒരു നല്ല വിവാഹ ജീവിതം നയിക്കാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ടല്ലോ എന്നിങ്ങനെ ഈ പെൺകുട്ടി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബലഹീനതകൾ ഉണ്ടായിരിക്കും. ബലഹീനതകൾ ഇല്ലാത്ത ആരുമില്ല. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒത്തിരി കുറവുകളുള്ള മനുഷ്യരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കുറവുകൾ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിരാശപ്പെട്ടും ദുഃഖിച്ചും ജീവിതം പുറകോട്ട് പോകാനല്ല, മറിച്ച് ഇതാ വചനം പഠിപ്പിക്കുന്നു, നിന്റെ ബലഹീനതയിൽ നിന്നെ അറിയുന്ന ഒരു ദൈവം. ആ ദൈവം നിനക്ക് നൽകുന്ന ബലം എന്താണെന്നറിയോ? അതാണ് അടുത്ത വചനം. ഹെബ്രാലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം. 15-ാം വചനം നമ്മൾ വായിച്ചു. 16-ാം വചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 4 വേഴ്സ് 16. 16-ാം തിരുവചനം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് 16-ാമത്തെ വചനം. 15-ാമത്തെ വചനം എന്താ പറഞ്ഞേ? 15-ാമത്തെ വചനം പറഞ്ഞു, നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനം പറയാണ്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ. അതിനാൽ വേണ്ട സമയത്ത്, ഏതാ ഈ വേണ്ട സമയം? നമ്മുടെ ബലഹീനതയുടെ, നമ്മുടെ കുറവിന്റെ ആ സമയം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി. കണ്ടോ? അതിനാൽ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവിന്റെ, ബലഹീനതയുടെ സമയം. ആ സമയത്ത് നമുക്ക് എന്താ വേണ്ടേ? ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപാവരം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജോബിന്റെ പുസ്തകം 26-ാം അധ്യായം 2-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോബിന്റെ പുസ്തകം ചാപ്റ്റർ 26 26-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ജോബ് പറയാണ്, ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. ജോബ് മഹത്വപ്പെടുത്തുകയാണ്. ജോബ് പറയാണ്, ബലഹീനമായ കരങ്ങളാണ് കർത്താവെ നീ രക്ഷിച്ചു. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കണ്ണടച്ചേ. നിന്റെ ബലഹീനത എന്താണോ ആ ബലഹീനതയിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സങ്കടം എന്താണോ ആ സങ്കടത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, ഇടതുകരം നെഞ്ചോട് ചേർത്തൊന്ന് കണ്ണടച്ചേ. പലതരത്തിലുള്ള ബലഹീനതകളിൽ ഭാരപ്പെടുന്നവരാണ് നമ്മൾ. എത്ര കുമ്പസാരിച്ചിട്ടും ചില കാര്യങ്ങൾ എന്നെ വിട്ടുമാറുന്നില്ലല്ലോ. എത്ര തീരുമാനങ്ങൾ എടുത്തിട്ടും വീണ്ടും ഞാൻ പെട്ടുപോകുന്നല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ തീർന്നുപോയോ? ഞാൻ നശിച്ചുപോയോ? ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ രക്ഷപ്പെടിയല്ല എന്നൊക്കെ നീ നിന്നോട് തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇതാ വചനം നിന്നെ പഠിപ്പിക്കുന്നു. നിന്റെ ബലഹീനതയുടെ സമയം, വേണ്ട സമയത്ത് കൃപാവരത്തിന്റെ അനശ്വരതയിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കർത്താവ് കൃപ നൽകുന്നു. വലതുകരത്തില് നമ്മുടെ ബലഹീനതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ താഴ്ത്തിക്കേ, ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. അതായത് നിന്റെ ജീവിതത്തിൽ ബലഹീനത, കഴിവുകളില്ല, കുറവുകളാണ് അല്ലെ, ഒന്നിനും കൊള്ളിയേല, ചുക്കിനും ചുണ്ണാമ്പിനും പോലും നിന്നെ കൊള്ളിയേല എന്നിങ്ങനെയൊക്കെ ചിലപ്പോൾ നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും. നിന്നെ എന്തിനു കൊള്ളാം? നീ ഇത്രയും കുറവുള്ള ആളല്ലേ, നീ ഇത്രയും ബലഹീനയല്ലേ, നിന്നെ എന്തിനു കൊള്ളാം എന്ന് നാട്ടുകാർ ചോദിക്കും. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയാവോ? ഒരു നല്ല വചനം പഠിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം തിരുവചനം. പ്രഭാഷകൻ 11:12. ഇവിടെ ഇരിക്കുന്ന അനേകർക്കുള്ള വലിയൊരു സന്ദേശമാണ്. ഓൺലൈനിൽ കേൾക്കുന്ന അനേകർക്കുള്ള വലിയൊരു സ്വർഗീയ ദൂതാണ്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം തിരുവചനം. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയാ. വചനം ഒന്നും കൂടെ വായിച്ചേ. വേറെ ചിലർ, ഇങ്ങോട്ട് നോക്കിക്കേ. വേറെ ചിലർ, ചില ആളുകളെ കുറിച്ച് പറയാം. വേറെ ചിലർ എന്താണ് അവരുടെ പ്രത്യേകത? മന്ദഗതിക്കാരാണ്. വേറെ ചിലര് ഉന്മേഷയില്ല, മന്ദഗതിക്കാരാണ്. അടുത്തത് ബലഹീനരും സഹായാർത്ഥികൾ. മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവും അല്ലേ, നമ്മുടെ പരിചയത്തിലൊക്കെ ഉണ്ടാവും. അതായത് മന്ദഗതിക്കാര്, ഒരു ഉന്മേഷമില്ലാത്തവര്, ഒരു കാര്യം ചെയ്യാൻ ഒരു ചൊടിയില്ലാത്തവര്. ഞാൻ ഓർക്കുന്നു, ഒരു പോപ്പുലർ മിഷൻ ധ്യാന അവസരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് സൈഡിൽ ഒരു ഇടവക പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ചെന്നപ്പോൾ നമ്മൾ വീട് സന്ദർശനമുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മ കരഞ്ഞോണ്ട് മകനെ മുമ്പിലോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഇവൻ പാവാ അച്ഛാ, ഇവൻ അങ്ങനെ ഒരു ഉന്മേഷമൊന്നുമില്ല, ഇവനൊരു ഇച്ചിരി മന്ദഗതിയാ, മറ്റുള്ളവരെ പോലെ ഇടിച്ചു നിൽക്കാനൊന്നും ഇവന് കഴിവില്ല അച്ഛാ, ഇവനൊരു പാവ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ഇവനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് തട്ടും. ഇവൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നും ഇല്ല അച്ഛാ പ്രാർത്ഥിക്കും, ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, കാരണം ഇവനാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷ. പ്രിയപ്പെട്ടവരെ, ഒരമ്മയുടെ സങ്കടമാണ്. ദേ വചനം അതാ പറയുന്നത്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും. നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടാവും, നമ്മുടെ മക്കൾ അങ്ങനെ ഉണ്ടാവും, സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? ഇവനെയൊന്നും കൊള്ളത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളവർക്കാ ഡിമാൻഡ് ഉള്ളത്? കഴിവുള്ളവര്, മുൻപിൽ നിൽക്കുന്നവര്, ഇടിച്ചു നിൽക്കുന്നവര്, ഞങ്ങൾ എന്തോ ആണെന്ന് ചിന്തിക്കുന്നവര്. അല്ലാത്തവരോ ഒന്നിനും കൊള്ളിയാല, അവർക്ക് കഴിവില്ല അല്ലെ, അവരെ മാറ്റി നിർത്തും. എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയാ. ഞാൻ ഈ പാലക്കാട്ടത്തെ സംഭവം എന്തിനാ പറഞ്ഞെന്നറിയോ? ഞാൻ കഴിഞ്ഞ 7 വർഷക്കാലം ഡൽഹിയിലായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ധ്യാന മന്ദിരത്തിലായിരുന്ന സമയത്ത് ഒരു കുടുംബം കാണാൻ വന്നു. ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥകം, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി കിട്ടി ഒരു മലയാളി കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടിയിട്ട് റിസപ്ഷനിൽ ചെന്നപ്പോ ഒരു കുടുംബം നിൽക്കുകയാണ്. എനിക്ക് ഇവരെ കണ്ടിട്ട് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അമ്മ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പോപ്പുലർ മിഷൻ ധ്യാനാവസരത്തിൽ അച്ഛൻ വന്നിട്ടുണ്ട്. എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല. അപ്പോഴാണ് ഈ അമ്മ പറഞ്ഞത്, അച്ഛാ അന്ന് ഈ നിൽക്കുന്ന മകന് വേണ്ടിയാ വന്നത്. അച്ഛാ ഇവൻ മന്ദഗതിക്കാരനായിരുന്നു, ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലായിരുന്നു, ഇവനെല്ലാരും കൂടി എടുത്തിട്ട് തട്ടുമായിരുന്നു. എന്നാൽ കർത്താവ് അവനെ ഉയർത്തി. അച്ഛാ ഇവൻ പഠിച്ച് ഇവനിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലി ഡൽഹി കിട്ടി, ഇവന്റെ അപ്പോയിന്റ്മെന്റ്, ഇവൻ ജോലി ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കുടുംബസമേതമാണ് ഡൽഹിയിലെത്തിയിരിക്കുന്നത്. ഹല്ലേലൂയാ. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, രക്ഷപ്പെടിയേല, നാട്ടുകാരുടെ ഇടി കിട്ടി തീരും, ഇത് ചതഞ്ഞരഞ്ഞ് തീരുമെന്ന് കരുതിയതാ. എന്നാൽ ഈ മകനെ ദൈവം അങ്ങ് ഉയർത്തി. അമ്മയുടെ പ്രാർത്ഥന, ഇവന്റെ വിശ്വസ്തത ദൈവം അങ്ങ് ഉയർത്തി. അതുകൊണ്ട് ഈ വചനം ഒന്ന് പഠിച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് വചനം ഏറ്റുപറഞ്ഞ്, വേറെ ചിലർ
വേറെ ചിലർ മന്ദഗതിക്കാരും മന്ദഗതിക്കാരും ബലഹീനരും ബലഹീനരും സഹായാർത്ഥികളും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. അതീവ ദരിദ്രരുമാണ്. എന്നാൽ എന്നാൽ കർത്താവ് കർത്താവ് അവരെ അവരെ കടാക്ഷിച്ച് കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ഉയർത്തുന്നു. ദേ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയാണോ? ദയനീയ അവസ്ഥ, സാമ്പത്തികമായ ദുരിതത്തിന്റെ അവസ്ഥ, ദാരിദ്ര്യം, മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറയുന്നു, നമുക്കവരെ നേരിടാൻ കഴിവില്ല, ഒന്നിനൊരു ബലമില്ല, വല്ലാതെ അവസ്ഥ, ആര് രക്ഷിക്കുമെന്നൊരു ചിന്ത. എന്നാൽ നിന്നെ ഈ ദയനീയ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഉയർത്തും. ഹല്ലേലൂയാ. ഈ ബലഹീനതയിൽ കർത്താവ് ഇടപെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരും സഹായിക്കാനില്ലെങ്കിലും ദൈവം നിനക്ക് തുണ. ആരും നിനക്ക് സഹായിക്കാനില്ലെങ്കിലും ദൈവം നിനക്ക് തുണ. അത് മാത്രമേ ഉള്ളൂ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറ, ആരും സഹായിക്കാനില്ലെങ്കിലും ദൈവം നിനക്ക് തുണ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. യേശയ്യായുടെ പ്രവചനം 35 അധ്യായം 3 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 35 വേഴ്സ് 3. ഒന്ന് വായിച്ചു പഠിച്ചോ. നല്ല സുന്ദരമായ വചനമാണ്. എഴുതിയെടുത്ത് പഠിച്ചോണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണം. യേശയ്യായുടെ പ്രവചനം 35 അധ്യായം 3 തിരുവചനം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയാ. ഇതാണ് യേശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. വലതുകരം ഉയർത്തിപ്പിടിച്ചോ, ഏറ്റു പറഞ്ഞോളൂ. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവേൻ. ഹല്ലേലൂയാ. ഇന്ന് കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് പറയാണ്, ദുർബലമായ കരങ്ങള്, ബലഹീനമായ കാൽമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നീ ക്ഷീണിച്ചിരിക്കുക, നീ വിഷമിച്ചിരിക്കുക, നീ ഭാരപ്പെട്ടിരിക്കുകയാണ്, ബലഹീനതയിലാണ്. ഈ ബലഹീനതയിൽ ശക്തിപ്പെടുത്താൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയാ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 17 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 17. 8 അധ്യായം 17 തിരുവചനം. യേശുവിനെ കുറിച്ച് വചനം പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഏറ്റുപറയാം, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പൊ നമ്മുടെ ബലഹീനതകൾ ആരാണ് ഏറ്റെടുക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിലെ അയ്യോ എനിക്ക് ഇങ്ങനെ കുറവുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് ഭാരമുണ്ട്. ഈ ഭാരം ആരേറ്റെടുക്കുന്നു? ഇപ്പൊ ആരാ കൊണ്ടു നടക്കുന്നത്? ഇപ്പൊ നമ്മുടെ തലയിൽ ഇരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ആ സ്ത്രീ ഇല്ലേ, ആ സ്ത്രീ പറഞ്ഞത്, അച്ഛാ എൻ്റെ അടുക്കെ മാത്രമല്ല, പിന്നെ എനിക്ക് മനസ്സിലായത് ഈ സ്ത്രീ ഇങ്ങനെ രാവിലെ തൊട്ട് ഓരോരുത്തരുടെ അടുക്കയും ചെന്നിട്ട് പറയും, എനിക്ക് ഇങ്ങനത്തെ കുഴപ്പമുണ്ട്, എൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ ചീത്ത വാക്കേ വരുവുള്ളൂ, എനിക്ക് പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റും. ഇതിങ്ങനെ ഒരാളുടെ അടുക്കലല്ല, ഇതിങ്ങനെ ഈ സ്ത്രീയുടെ തലയിലാണ് ഇതിരിക്കുന്നത്. തലയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തലയിലാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. എന്നാൽ ഇതാ വചനം പറയുന്നു, നീ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കണ്ട. ഈ ഭാരം യേശു ഏറ്റെടുക്കുന്നു. നിന്റെ ബലഹീനത യേശു ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്താലോ, നിന്റെ ബലഹീനത യേശു ഏറ്റെടുക്കുന്നു. പറഞ്ഞു കൊടുത്തേ, നിന്റെ ബലഹീനത യേശു ഏറ്റെടുക്കുന്നു, നിന്റെ കുറവ് യേശു ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ സന്തോഷം. 2 കൊറിന്തോസ് 12 അധ്യായം 9 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് chapter 2 chapter 12 verse 9. സെക്കൻഡ് ബുക്ക് ചാപ്റ്റർ 12 12 അധ്യായം 9 തിരുവചനം. ഒന്ന് വായിച്ചേ. നല്ല സുന്ദരമായ വളരെ പരിചിതമായ വചനം. ഒന്ന് വായിച്ചേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഹല്ലേലൂയാ. നമുക്ക് ഈ വലതുകരം ഉയർത്തി വചനം ഏറ്റു പറയാം.
എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പൗലോസ്ലീഹ പറയാ, എത്ര അഭിമാനത്തോടുകൂടിയാ പറയുന്നേ, നിനക്കെന്റെ കൃപ മതി. തമ്പുരാൻ കർത്താവ് പറഞ്ഞിരിക്കുക, കൃപ മതി. കാരണം ഈ ബലഹീനത ഉള്ളത് കൊണ്ട് ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കും. നമുക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് കൊണ്ട് ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിൾ വായിക്കുന്നവരല്ലേ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ആളുകൾ എല്ലാം, പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്ന അബ്രാഹം തൊട്ട് ഓരോരുത്തരെയും കുറിച്ച് ചിന്തിച്ചേ. ഇവരൊക്കെ A+ വാങ്ങി ജീവിതത്തിൽ വിജയിച്ചവരാണോ? ആണോ? അല്ലെന്ന്. ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് മുഴുവൻ വിജയിച്ചവരുടെ ചരിത്രമാണെന്ന്? അല്ല, ഇത് മുഴുവൻ പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ്. ആഹാ, ഇത് മുഴുവൻ ബലഹീനതകൾ ഉള്ളവരുടെ ചരിത്രമാണ്. ഇത് മുഴുവൻ തോറ്റ് തൊപ്പിയിട്ടവരുടെ ചരിത്രമാണ്. സംശയമുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതൽ എടുത്ത് വായിച്ചോളൂ. അബ്രാഹം, സാറ, ഇവരോട് ദൈവം പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും. ആരിൽ? സാറായിൽ. ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ സാറാമ എന്ത് ചെയ്തു? ഹാഗാറിൽ ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഉണ്ടായതാണ് ഏത്? ഇസ്മായേൽ. ഇസ്മായേൽ വളർന്ന് മറ്റൊരു തലമുറയായി. ദൈവത്തിന്റെ തീരുമാനം എന്തായിരുന്നു? സാറായിൽ ഒരു കുഞ്ഞുണ്ടാവണം. അതായിരുന്നു ദൈവത്തിന്റെ തീരുമാനം. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റിവെച്ചിട്ട് സാറാ ചിന്തിച്ച മനുഷ്യബുദ്ധിയിലെ തീരുമാനത്തിന്റെ ഉത്തരമാണ് ഇസ്മായേലും പിന്നീട് വന്ന തലമുറയും. ഹല്ലേലൂയ. മോശ എങ്ങനെയുണ്ട്? മോശ ദേഷ്യക്കാരൻ, വിക്കൻ. നമ്മളെപ്പോലെ ദേഷ്യമല്ല. ദേഷ്യം വന്നിട്ട് ഒരുത്തിനെ അടിച്ചു കൊന്നുകളഞ്ഞു. അത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? ദേഷ്യം വന്നിട്ടേ അടിച്ച് കൊന്നുകളഞ്ഞു. കൊലപാതകയാണവൻ, ദേഷ്യക്കാരൻ മോശ അല്ലേ? നമ്മൾ ഓരോരുത്തരെയും കുറിച്ചൊന്ന് വായിച്ചു നോക്കിയേ. നോഹ പ്രളയം മുഴുവൻ കണ്ടവനല്ലേ നോഹ? അല്ലേ? ഈ പ്രളയം മുഴുവൻ, വെള്ളപ്പൊക്കം മുഴുവൻ കണ്ട നോഹ. വെള്ളപ്പൊക്കമൊക്കെ ശമിച്ചു കഴിഞ്ഞപ്പോൾ നോഹ എന്ത് ചെയ്തു? ബൈബിൾ വായിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി ഒരു കൃഷി നടത്തി. ഏത് കൃഷി? മുന്തിരി കൃഷി നടത്തി. അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കുടിച്ച് ഉന്മത്തനായിട്ട് ദാണ്ട കിടക്കുന്നു അവിടെ. ഇതാണ് നോഹ. എങ്ങനെയുണ്ട് അല്ലേ? ദാവീദ് ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്ര എഴുതിയിട്ടുള്ള മറ്റൊരു മനുഷ്യനില്ല. ദാവീദ്. എന്നാൽ എന്തു പറ്റി? ആ ഒരു നോട്ടപ്പെശ കൊണ്ട് ജീവിതത്തിൽ താളം തെറ്റി. സാംസൺ. എന്നാ ശക്തിയാ. എന്നിട്ട് എന്നാ പറ്റി? അരുതാത്ത ബന്ധത്തിന്റെ പുറകെ പോയി തന്റെ ജീവിതത്തിന്റെ അഭിഷേകം മുഴുവൻ കളഞ്ഞു. പഴയ നിയമത്തിൽ ഓരോ കഥാപാത്രത്തെ എടുത്ത് വായിച്ചു നോക്ക്. കുറവുകളുള്ള മനുഷ്യരാണ്. ജീവിതത്തിൽ A+ കിട്ടിയവരൊന്നും അല്ല. പുതിയ നിയമത്തിലെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ. പത്രോസ് ആരാ? മീൻപിടുത്തക്കാരൻ എന്ന് മാത്രമല്ല, പത്രോസ് ദേഷ്യക്കാരൻ. അതുകൊണ്ടാണ് ഗെത്സമീൻ തോട്ടത്തില് പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോ അരയിലിരുന്ന വാള് വീശി ഒരുത്തന്റെ ചെവി ഛേദിച്ചു. പത്രോസ് ചാടിപ്പിടിക്കുന്നവനാണ്. എന്തിന് യെസ് എന്ന് പറയും? ചെയ്യേല അല്ലേ? നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ സ്വഭാവമാണ് എടുത്തുചാട്ടം. എന്താ എടുത്തുചാട്ടം? മുൻവിധികൾ മുൻകൂട്ടി ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാട്ടും. എല്ലാത്തിനും യെസ് എന്ന് പറയും, ഒന്നും ചെയ്യേല. മത്തായി ചുങ്കക്കാരനാണ് അല്ലേ? ശിഷ്യന്മാരുടെ ലിസ്റ്റ് എടുത്ത് വായിച്ചേ. ഒരുത്തൻ തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും. യോഹന്നാൻ സ്ഥാനമോഹിയാണ്, സമരിയാക്കാരെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞവനാണ് എന്ന് പറഞ്ഞാൽ കുറവുകളുള്ള മനുഷ്യരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം. എന്നാൽ ഈ കുറവുകളുള്ള മനുഷ്യരെ A+ വാങ്ങി മുൻനിരയിൽ എത്തിച്ചത് ദൈവത്തിന്റെ ശക്തിയാണ്. അതാ പൗലോസ്ലീഹ പറഞ്ഞത്. ഹല്ലേലൂയാ. ഇന്ന് പഠിച്ച വചനം അതാണ്. ഹെബ്രായ ലേഖനം 15-ാം അധ്യായം അല്ലേ? പഠിച്ച വചനം സുന്ദരമായിട്ട് ഒന്നും കൂടെ ആവർത്തിച്ചെന്ന് പറഞ്ഞ് 4-ാം അധ്യായം 15-ാം തിരുവചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റ് നിന്നേ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ നമുക്ക് വിശ്വസിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം.
നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ആര് സഹായിക്കും? പറയൂ. ആത്മാവ് സഹായിക്കും. ഇനി നമ്മളപ്പോ എന്ത് ചെയ്യണം? കുറവ് എനിക്കുണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്നോർത്തുകൊണ്ട് കരഞ്ഞോണ്ട് നടക്കാനല്ല, മറിച്ച് ഈ കുറവ് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന, ഈ ബലഹീനത ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ. അതുകൊണ്ടാണ് റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഏതെങ്കിലും കുറവിനെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? കണ്ണടച്ചോളൂ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയരെ, നമ്മുടെ ബലഹീനതയെ ഓർത്തുകൊണ്ട് ഭാരമുണ്ടോ? എടുത്ത തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ തന്നെയാണല്ലോ ലംഘിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ആത്മീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ തന്നെയാണല്ലോ നഷ്ടപ്പെടുന്നത്. വീണ്ടും വീണ്ടും ആ പാപത്തിന്റെ ചതിക്കുഴിയിലേക്ക് ഞാനാണല്ലോ പോകുന്നത്. ഭാരപ്പെടുന്ന സഹോദര സഹോദരി, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ബലഹീനത ഇതാ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. ഞങ്ങൾ ഇന്നായിരിക്കുന്ന ജീവിത അവസ്ഥയിൽ കർത്താവ് ഇടപെടണമേ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും മന്ദഗതിക്കാര്, ബലഹീനര്, ദരിദ്രര്, ജീവിതത്തില് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം ജീവിക്കുന്നവര്. കർത്താവിന്റെ ശക്തി അവരെല്ലാം ബലപ്പെടുത്തും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളുടെ എല്ലാവരൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ബലഹീനതയിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഹോദര സഹോദരി, നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതും സാരമില്ല. ഇതാ യേശു നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. യേശു നിന്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിന്റെ കുടുംബത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ബലഹീനതകളിൽ ബലമേകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ബലഹീനതകളിൽ ബലമേകുന്ന ദൈവ സാന്നിധ്യം സംഭവിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇടപെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.